ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മാരുതി സുസുക്കിയുടെ ഇന്ത്യ ഗോസ് ഇലക്ട്രിക് ഈ വീട്ടുകാരെ കൂടെയുള്ള ജേർണി നമ്മുടെ ഇന്നത്തോടെ അവസാനിച്ചു. കന്യാകുമാരിയിൽ ഞാനൊരു മിക്സ്ഡ് ഫീലിംഗിലാണുള്ളത്. സന്തോഷമായിട്ടുണ്ട്, ഇത്തിരി എമോഷണലായിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ട്രിപ്പ് കഴിഞ്ഞല്ലോ. 3700 കിലോമീറ്ററിൻ്റെ ജേർണി ആയിരുന്നു ഫ്രണ്ട്സ്. ഇത് കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. കഴിഞ്ഞപ്പോൾ ആ വണ്ടിയുടെ ചാവി ആൾ കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ട്രിപ്പ്, ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായി, ഈ സാധനം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഇപ്പോൾ പോകുന്നു, ഈ ട്രിപ്പും കഴിഞ്ഞല്ലോ എന്നൊരു വിഷമം. ഈ വിഷമം ഇപ്പോൾ ഉള്ള ഞാൻ ഈ കാംനെസ്സും ഈ എമോഷണൽ സീനെല്ലായിരുന്നു ഞാൻ പിന്നെ ഈ ട്രിപ്പ് ജോയിൻ ആയതിന് മുമ്പേ. ഈ ട്രിപ്പ് ഇങ്ങനെ December 3 സ്റ്റാർട്ട് ആവാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു എനിക്ക്. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ലോങ് ജേർണി ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ഇടയ്ക്ക് വെച്ച് വിട്ടു കളഞ്ഞാലോ ദൈവമേ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തി. ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ നോയിഡയിലെ അവിടുത്തെ News 8 ചാനലിൽ പോയി. അവിടെ നമുക്ക് ചാവി തന്നു. എന്തിനാ നമുക്കൊക്കെ ഡീസലൊക്കെ വണ്ടി ഓടിച്ച് ഹാബിറ്റാണ്. ഇപ്പോൾ നമ്മളിവിടുന്ന് ലോങ് പോവുക, ഡീസൽ പെട്രോൾ അടിച്ചു, 5 മിനിറ്റിൽ അടിച്ച് പോയി. ഇതൊക്കെ നമ്മളിവിടെ ചാർജിങ് എവിടെയാണ്, ഇപ്പോൾ എവിടെ പോയിന്റ് ഉണ്ടാവും, ഒന്നും അറിയില്ല നമുക്ക്. അപ്പോഴാണ് അവർ ഈ കാർഡ് തന്നപ്പോൾ പകുതി ആശ്വാസമായി. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കാർഡ് കിട്ടി, മോഡ് ഓഫ് പേയ്മെൻറ്റ് കിട്ടി. പക്ഷേ എവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയും? അപ്പോഴാണ് അവർ നെക്സ്റ്റ് നമുക്കൊരു ആപ്പ് ഫോൺ ചോദിച്ചിട്ട് അതിൽ E4me ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. സർ, നിങ്ങൾ പോകുന്ന വഴിയിൽ ഉള്ള ഈ ചാർജിങ് പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലിസ്റ്റ് തരും. മാരുതി മാത്രമല്ലാതെ അതിൻ്റെ കൂടെയുള്ള ചാർജിങ് നമ്മുടെ പാർട്ട്ണറിൻ്റെ ചാർജിങ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് തീർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഇങ്ങനെ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഓൺ ദ വേ പോകാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് കിട്ടാനുള്ളതുകൊണ്ട് വണ്ടിയുണ്ട്, പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാർഡ് കിട്ടി, അത് കഴിഞ്ഞിട്ട് ആപ്പ് കിട്ടി, ലൊക്കേഷൻ എവിടെയാണ്, അത് നമുക്ക് പോകാനുള്ള വഴി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇപ്പോഴാണ് ഞാൻ മൊത്തത്തിൽ ഇത്തിരി കാമായി. അത് കഴിഞ്ഞിട്ട് റേഞ്ചിൻ്റെ ആങ്സൈറ്റി തുടങ്ങി. എങ്ങനെ ഈ വണ്ടി എത്ര ദൂരം പോകുന്നു, ഇപ്പോൾ നമുക്ക് ചാർജിങ്ങിൻ്റെ ടെൻഷൻ പോയണ്ടേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വണ്ടി എടുത്തു. പുതിയ വണ്ടിയാണ്, എൻ്റെ മാനുവൽ വണ്ടിയാണ്, ഇത് ഓട്ടോമാറ്റിക് വണ്ടി എടുത്തു. സിറ്റിയിലൊക്കെ എങ്ങനെ കാണുമോ ഇതിൻ്റെ ഓടിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ, ഒരു ടെൻഷൻ. സ്റ്റാർട്ടാക്കി വണ്ടി. നമ്മൾ നോയിഡയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ആയി. അവിടെ നിന്ന് സ്റ്റാർട്ടായി. നമ്മൾ നോയിഡയിൽ നിന്ന് നേരെ പോയത് എവിടെയാണ്, ഗ്വാളിയറിലോട്ടാണ് പോയത്. India goes electric with Maruti Suzuki and Network 18's journalists, they will start their journey with this brand new car. So I'm handing over the keys to the journalist who will go across south to Kanyakumari from Noida. हमारी दोनों गाड़ियां निकल चुकी हैं. हर दिन के अपडेट्स हमारे जर्नलिस्ट हमें देते रहेंगे और उसके लिए आप देखते रहिए Network 18. ഞാൻ നോയിഡയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ആയി കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് സ്റ്റാർട്ടായി. അപ്പോൾ ഫസ്റ്റ് കുറച്ച് നേരം ട്രിപ്പ് ചെയ്ത് വണ്ടിയൊക്കെ ഒന്നും ഡ്രൈവൊക്കെ മനസ്സിലാവാൻ വേണ്ടി, പെഡൽസൊക്കെ മനസ്സിലാവാൻ 1 മണിക്കൂർ 2 മണിക്കൂർ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ടു ആയിപ്പോയി. സിറ്റി ഡ്രൈവ്സൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭോപ്പാലിലോട്ട് പോകാനുള്ള, ഗ്വാളിയറിലോട്ട് പോകാനുള്ള ഹൈവേ കയറി. അതും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതും നമുക്ക് ഫ്രീ ആയിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ വണ്ടിയുടെ പുറത്ത് എങ്ങനെ ഓടിക്കാൻ പറ്റും എന്നുള്ള ടെൻഷനും അതൊക്കെ പോയി. അതിങ്ങനെ ഓടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഗ്വാളിയറിലെത്തി. അവിടെ ഫോട്ടോ ഒക്കെ കണ്ടു. ഫേമസ് ആയിട്ട് ഗ്വാളിയർ ഫോർട്ടിൻ്റെ പേരാണ് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആർക്കിടെക്റ്റായിട്ട്, കളർ കോമ്പിനേഷനായിട്ട് ഇതുവരെ ഒരു കഷ്ണം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല ഫ്രണ്ട്സ്.
സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ലെതർസ് ഇത്രയും നേരം ഞാൻ ലോങ് ഡ്രൈവ് അടിച്ച് കഴിഞ്ഞിട്ടും സീറ്റിങ്ങിൽ സ്വെറ്റിംഗ് എന്ന സാധനം വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫോർട്ട് കണ്ടു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഭോപ്പാലിലോട്ട് വിട്ടു. ഭോപ്പാലിൽ പോയി അവിടുത്തെ ബഡ താലാബ് എന്ന സ്ഥലമൊക്കെ കണ്ടു. ഗ്വാളിയറിൽ എന്തുവാ കാണാനുള്ളത് നോക്കിയപ്പോൾ ഫേമസ് ആയിട്ട് ഗ്വാളിയർ ഫോർട്ടിൻ്റെ പേരാണ് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആർക്കിടെക്റ്റായിട്ട് കളർ കോമ്പിനേഷനായിട്ട് ഇതുവരെ ഒരു കഷ്ണം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടാണ് അവർ കെട്ടിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നടക്കാൻ നേരത്ത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. എത്ര പ്ലസൻ്റ് ആയിട്ടുണ്ട് ഈ ഫീലിംഗ്. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മൊത്തം ഗ്വാളിയർ സറൗണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ അതൊരു വലിയ മലയുടെ മേളിരിക്കുകയാണ്. ആ സെക്യൂരിറ്റി സിസ്റ്റം അതിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ കിലോമീറ്റർ മുമ്പിൽ കൂടി നമുക്ക് മനസ്സിലാവാൻ പറ്റും. അങ്ങനത്തെ ടെക്നോളജി അപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ചെയ്യാൻ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ ഊഹിച്ചുകൊണ്ട് ഇവിടെ നടക്കാൻ ഒരു വല്ല രസമാണ് ഫ്രണ്ട്സ്. ഒരു പ്രാവശ്യം നിങ്ങൾ കാണണം. പിന്നെ ഭോപ്പാലിൽ നമ്മൾ നേരെ പോയത് ഇത് നാഗ്പൂരിലോട്ടാണ്. നമ്മളിപ്പോൾ പെഞ്ചിൽ നിന്ന് നാഗ്പൂർ പോകുന്ന വഴിയിലാണ്. അതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് തന്നെ പെഞ്ച് ടൈഗർ റിസർവ് കണ്ടു. അതിൻ്റെ അകത്തേക്ക് പോകാമെന്ന് വെച്ചിട്ട് വന്നു. പക്ഷേ അവിടെ സഫാരി ഒന്നും ഇപ്പോൾ ഇല്ലാത്ത, ഓൺലി രാവിലെ നാത്തം നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അകത്ത് പോയൊന്ന് കറങ്ങാൻ സമയമില്ല. അതിൻ്റെ കൂടെ നമ്മൾക്ക് ഇപ്പോൾ കന്യാകുമാരി പോകുന്ന തിരക്കുള്ള കാരണം നമ്മൾ വെളിയിൽ വന്നിട്ട് എല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നോക്കി നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ലേക്കിൽ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ ബേക്കറിലോട്ട് നിൽക്കുക. അജിത് തേവ്കർസ് ബേക്കറി. ഇവിടെ ഫേമസ് ആയിട്ട് ഓറഞ്ച് ബർഫി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒറിജിനാലിറ്റി മനസ്സിലാവുന്നത്. ഒറിജിനൽ ഓറഞ്ചിൻ്റെ പൽപ്പിംഗ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് അടിപൊളിയായിട്ടുണ്ട്. അതിൽ 2 ഫ്ലേവർ ഉണ്ടായിരുന്നു. ഒരെണ്ണം സ്ക്വയർ കിട്ടി, കേക്ക് ഒരെണ്ണം റൗണ്ട് ആയിട്ട് കിട്ടി. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒറിജിനൽ ജെല്ലി വീണ് കാണാം. നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന പോലെ എസൻസ് ഒന്നും ഇട്ടിട്ടില്ല, ഒറിജിനൽ ഓറഞ്ചിൻ്റെ പൽപ്പ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് തിന്ന് ഞാൻ ഇതും കൊണ്ട് പോവാം വീട്ടിലോട്ട്. ബൈ. നമ്മളിപ്പോൾ ഉള്ളത് നാഗ്പൂരിൻ്റെ അടുത്തുള്ള കസ്തൂരിചന്ദ് പാർക്കിനടുത്തുള്ള തെറി പോഹ തിന്നാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് കുറേ കേട്ടുണ്ട്. നാഗ്പൂരിൽ പോഹ മൊത്തം എല്ലായിടത്തും നമുക്ക് സെർവ് ആവും. പക്ഷേ ഇവിടെ ഇത്ര ഡിഫറെൻ്റ് ആയിട്ടും ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ തന്നെ കഴിച്ചു. അത് പറഞ്ഞ പോലെ തന്നെ അത് ഡിഫറെൻ്റ് ആയിട്ടും ഡെലിഷ്യസ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ വിട്ടാര കാർ പോലെ അത് എങ്ങനെയാണ് നമ്മുടെ റിലയബിലിറ്റി ആണ്, ലോങ് ഡിസ്റ്റൻസിന് വേണ്ടി ട്രാവലിന് വേണ്ടിയുള്ള പോലെ കോമൺ വേണ്ടി ഉണ്ടാക്കിയ കാർ പോലെ തന്നെയാണ് ഇവിടുത്തെ ഫെസിലിറ്റി. സോ നമ്മുടെ മാർക്കറ്റിലോട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വരാമെന്നാണ് ഈ വിട്ടാര. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം നെക്സ്റ്റ് വേറെ പ്ലേസസ് നാഗ്പൂരിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ സെൻറ്റർ പോയിന്റിലാണ്, 0 മൈൽ സ്റ്റോണിൻ്റെ അടുത്ത്. എൻ്റെ ബാക്കിൽ കാണുന്നത് നമുക്ക് 0 മൈൽ സ്റ്റോണിൻ്റെ മോണ്യുമെൻ്റ് ആണ്. നമ്മുടെ ബ്രിട്ടീഷേഴ്സ് നമ്മുടെ ഇന്ത്യ ഡിവൈഡ് ആയതിന് മുമ്പേ ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടുന്ന് തൊട്ട് നമ്മുടെ ഇന്ത്യയിലെ ഓൾ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ആവും. നമുക്ക് ഇവിടുന്ന് കന്യാകുമാരി 100 കിലോമീറ്റേഴ്സ്, ഹൈദരാബാദ് 485 കിലോമീറ്റേഴ്സ്, അങ്ങനെ നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നത് ഇവിടെ നിന്നാണ്. സൂപ്പർ ഫ്രണ്ട്സ്, നല്ലൊരു ഫീൽ ഇന്ത്യയുടെ സെൻറ്റർ പോയിന്റ് നിന്നിട്ട്. ഞാനിവിടെ കുറേ ഫോട്ടോസ് എടുക്കാൻ പോകാം ഫ്രണ്ട്സ്. ദീക്ഷാഭൂമി നമ്മളിപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്താണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ലക്ഷങ്ങളുടെ ആൾക്കാരുടെ കൂടെ ബുദ്ധിസം ആക്സെപ്റ്റ് ചെയ്ത സ്ഥലമാണ്. ആ ഒരു പീസും കാംനെസ്സും നമുക്ക് ഇവിടെ കാണാം. എനിക്കും നല്ല റിലാക്സ് ആയിട്ടുണ്ട് ഇവിടെ. അതേ പീസും കാംനെസ്സും കൊണ്ട് നമുക്ക് നമ്മുടെ ഈ വീട്ടാരം എടുത്തുകൊണ്ട് ഹൈദരാബാദിലോട്ട് പ്രൊസീഡ് ആവാം. നോക്കാം, അതിപ്പോൾ ഫുള്ളി ചാർജിലാണ്. നമ്മൾ എവിടെ വരെ എത്തിക്കും നോക്കാം. നമുക്ക് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ നാഗ്പൂരിലുള്ള നെക്സ ഷോറൂമിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. ഇവിടുന്ന് നമ്മളിപ്പോൾ ഹൈദരാബാദ് പോകുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം വണ്ടിനെ ഒന്ന് മൊത്തം ചെക്കപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ചാർജിങ് ഫുൾ 100% ചെയ്യാൻ പോകണം. എന്നാലും നമുക്ക് 500 കിലോമീറ്റർ പോകാനുണ്ട്. ഒരു ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നു.
ഇവിടുത്തെ ഷോറൂമിൻ്റെ എംപ്ലോയീസ് ആവട്ടെ മാനേജർമാരായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അവർ വന്ന് മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് വേഗം പോകാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തു. നല്ല ഫ്രണ്ട്ലി എൻവയറമെൻ്റ് ഉള്ളത് ഇവിടുത്തെ. അത് കാരണം ഞാൻ ഹാപ്പിയാണ്. സോ ഈ ചാർജിങ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹൈദരാബാദിൽ വിടാം. ഓക്കെ ഗൈസ്, ബൈ. നാഗ്പൂരിൽ നമ്മൾ നേരെ ഹൈദരാബാദിലോട്ട് വിട്ടു. ഹൈദരാബാദിൽ പിന്നെ ഡൽഹി നമ്മുടെ ചാർമിനാറിൻ്റെ കണ്ടു. പിന്നെ അവിടുത്തെ ഫേമസ് ബിരിയാണി തിന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വിജയവാഡ പോയി. വിജയവാഡയിൽ നിന്ന് അവിടെ അമ്പലം കണ്ടു, പ്രകാശം ബാരേജ് കണ്ടു, പിന്നെ കേവ്സ് കണ്ടു, ഉണ്ടാവലി കേവ്സ്. ഐ എം സോ ഹാപ്പി ഗൈസ്. നമ്മൾ 2200 കിലോമീറ്റർ നമ്മുടെ ഈ വീട്ടാരെയും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ വിജയവാഡയിലാണ്. വിജയവാഡയിൽ ഇപ്പോൾ നമ്മൾ കനകദുർഗ ടെമ്പിളിൻ്റെ അടുത്ത് വന്നു. ഇവിടുന്ന് വന്ന് നമ്മൾ നെക്സ്റ്റ് നമ്മൾ കൃഷ്ണ ബാരേജിൽ പോകും. നമ്മളിപ്പോൾ ഉള്ളത് വിജയവാഡയിലത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഈ പ്ലേസ് നമ്മുടെ ഒരു ബുദ്ധിസ്റ്റ് മോണസ്ട്രി ആയിട്ട് കെട്ടിയിരിക്കുന്നതായിരുന്നു. 4th 5th ജനറേഷനിൽ ഒരു സോളിഡ് സാൻഡ് സ്റ്റോണിൽ കെട്ടിയിരിക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെയുള്ള ബുദ്ധിസ്റ്റുമാർ അവരുടെ പ്രാക്ടീസും എന്നിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കിങ് വന്നിട്ട് കുറേ ആൾക്കാർ അതിൽ നിന്ന് ഹിന്ദുയിസമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോയി. ഈ നമ്മുടെ കുറച്ച് ഏരിയയിലൊക്കെ നമുക്ക് കാണാം ഹിന്ദുയിസമിൻ്റെ ടച്ചും വന്നിട്ടുണ്ട്. ഒരു വലിയ ജൈൻറ്റ് ഇന്ത്യൻ ഐഡിയൽ നമ്മുടെ വിഷ്ണുവിൻ്റെ ഐഡിയൽ നമുക്ക് കിട്ടും അതിൻ്റെ അകത്ത്. ഹീസ് ലൈക്ക് സ്ലീപ്പിംഗ് പൊസിഷനിൽ. അത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഇതൊരു 4 ലെയറിൻ്റെ ഉള്ള മോൺസ്ട്രിയാണ്. നമുക്ക് എല്ലാത്തിനും മേളിൽ പോയി നോക്കുകയെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കൃഷ്ണ നദിയുടെ ഒരു ഫുൾ വ്യൂ കിട്ടാനുണ്ട്. ഞാൻ അതിൻ്റെ അകത്തിരുന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെയൊക്കെ പ്ലേസസ് ഉണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ. നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തു. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾക്കിപ്പോൾ നമ്മുടെ ജേർണി പ്രൊസീഡ് ചെയ്യാം ഫ്രണ്ട്സ്. അവിടെ നമ്മൾ നേരെ ചെന്നൈയിലോട്ട് അടിച്ചു. അതൊരു വലിയ ലോങ് സ്ട്രെച്ചാണ് കേട്ടോ. അത് ഭയങ്കര ഇതായിരുന്നു, പേടിയുണ്ടായിരുന്നു. ഇത്രയും ലോങ് സ്ട്രെച്ച് എങ്ങനെ അടിക്കാൻ പറ്റുന്ന ഇതിലാണ്. ചാർജിങ് പോയിൻറ്റ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ പ്ലാനിങ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് അടിക്കുന്ന നേരത്ത് ചാർജിങ് സ്പോട്ട് തിരക്കുക. ഒരു 12:31 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ ഫർമി ആപ്പ് ഓപ്പൺ ചെയ്യാറുണ്ട്, വണ്ടിയുടെ റേഞ്ച് നോക്കുമായിരുന്നു. ആ ആപ്പിൻ്റെ സറൗണ്ടിങ്ങുള്ള ഹോട്ടൽ എടുക്കുമായിരുന്നു. നമ്മൾ ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ അത് കുത്ത് 45 മിനിറ്റിൽ പോയി ചോറിന് തിരിച്ചുറപ്പിക്കുക. അത് 80% ചാർജ് ആയിരിക്കും. ഇപ്പോൾ നോക്കുമ്പോൾ 2000 സെറ്റപ്പാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മാരുതി ഈ വീട്ടാറ് റിലീസ് ആയിപ്പിക്കും. ബൈ 2030 1 lakh മിഷൻസിന് സെറ്റപ്പ് ചെയ്യാനുള്ള പ്രോമിസാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ എവറി കോർണറിൽ തന്നെ. ഓക്കെ, അതിൻ്റെ കൂടെ കറൻ്റ്ലി അത് 1.5 ടെക്നിക്കൽ ഫോഴ്സസിനെ ത്രൂ ഔട്ട് ഇന്ത്യയിൽ സ്പ്രെഡ് ആക്കാൻ വേണ്ടി ആസ് എ ടെക്നിക്കൽ ലാർജസ്റ്റ് ഫോഴ്സ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർ ഓൾറെഡി ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അതെന്തിനാണ്, ഈ വീട്ടാറായ ഓണേഴ്സിനെ ഒരു വേൾഡ് ക്ലാസ് സർവീസ് എനി ടൈം എനിവെയർ തരാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയുള്ള നമ്മുടെ ഈ ലോങ് റേഞ്ചിനും കൺസിസ്റ്റൻസിക്ക് വേണ്ടിയും ഈ ബാറ്ററിയുടെ ഫാസ്റ്റ് ചാർജിങ് ആൻഡ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസി, ഹൈ വോൾട്ടേജ് സിസ്റ്റം സേഫ്റ്റി ആൻഡ് thermal management force is supporting the max to that, and it's nailing it, brother, nailing it.
ചെന്നൈ പോയപ്പോൾ ഓൺ ദ വേ നമ്മളിപ്പോൾ രാത്രി ആയിപ്പോയി, ഞങ്ങൾ ടയേർഡായി. പക്ഷേ ഈ വീട്ടുകാരെ ബാറ്ററി ഇനി ചാർജ് അപ്പായിരുന്നു. പക്ഷെ നമ്മൾക്ക് അത്ര എനർജി ഇല്ലാത്ത കാരണം നിയർ ബൈ ലൊക്കേഷനിൽ തിരക്കാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ ടാഡയിൽ ഒരു ഏരിയ കിട്ടി. ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രിയൽ ഏരിയ ഇൻ AP and it's a global manufacturing center. Okay, it's a hub here, like so same like Maruti Suzuki, which is made in India for the world. Okay, ചെന്നൈ എത്തിയിട്ട് ചെന്നൈയിലൊക്കെ നമ്മളവിടെ എഗ്മോർ ഫോർട്ട് കണ്ടു, പിന്നെ MGRന്റെ മെമ്മോറിയലൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നമ്മൾ ബാംഗ്ലൂരിൽ അടിക്കാൻ പോയി. ബാംഗ്ലൂരിൽ ഓൺ ദ വേ ഇടയ്ക്ക് വെച്ച് ഇത്തിരി ടയേർഡായിട്ട് തോന്നി. വണ്ടിയൊക്കെ ഫുൾ ചാർജ് ആയിട്ടിരിക്കുക, പക്ഷെ ഞങ്ങൾക്ക് ഇത്തിരി ടയേർഡൊക്കെ തോന്നി. അപ്പോൾ നമ്മൾ ഒരിടത്ത് നിർത്തി, കാഞ്ചിപ്പുറം എടുത്ത് നിർത്തി. അവിടെ ഒരു ഫാക്ടറി ഹബ്ബാണത്. അവിടെ സറൗണ്ടിങ്ങിലൊക്കെ നമ്മളെല്ലാം ഫാക്ടറിൻ്റെ സീനൊക്കെ ഉണ്ടാകും. അപ്പോൾ അതവിടെ നിർത്തി. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഓൺ ദ വേ പോകാൻ നേരത്ത് കാഞ്ചിപ്പുറത്ത് നിർത്തി. സിൽക്ക് സിറ്റി സാരിയൊക്കെ കണ്ടു. വേലൂർ ഫോർട്ടിലോട്ട് വന്നു. ഇപ്പോൾ നമ്മളുള്ളത് വേലൂർ ഫോർട്ടിലാണ്. ഇവിടെ നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യും. ഇനിയും ഇവിടെ എന്തൊക്കെയുണ്ട് എക്സ്പ്ലോർ ചെയ്ത് അതിനെപ്പറ്റി ഞാൻ നമുക്ക് മുമ്പേ പറയാം. ഓക്കെ, ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് കഴിഞ്ഞാൽ ഈ സിറ്റി ട്രാഫിക്കിൽ ഇത്രയും കൊച്ചു കൊച്ചു റോഡിൻ്റെ ഇടയിൽ ഈ വണ്ടിയും കൊണ്ട് ഞാൻ ഓടിപ്പിക്കുമ്പോൾ എന്താ ഒരു സുഖം ഫ്രണ്ട്സ്. അതിൻ്റെ ഒരു ഈസി ട്രാൻസിഷൻ, അത് പിക്കപ്പിന് വേണ്ടി നല്ല സുഖമാണ്. ഇരുന്നിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഓടിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോകാൻ എനിക്കൊരു ഹെക്ടിക്കായിട്ട് തോന്നുകയില്ല ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ. ഇത് ഒരു സെറ്റപ്പ് വെച്ച് ഈ വണ്ടിനെ ഒരു വണ്ടിയായിട്ട് ഞാൻ ആഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഡിസിഷൻ. ഇപ്പോൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലോട്ട് പ്രൊസീഡ് ആവുന്നു. ലെറ്റ്സ് സീ ദാറ്റ്. ബാംഗ്ലൂർ എത്തിപ്പിക്ക് തിരിട്ടായി. നമ്മൾ അവിടെ ഡയറക്റ്റ് പോയി ഡിന്നറിന് വേണ്ടി ഇരുന്നു. അവിടെ സൈഡിൽ തന്നെ ചാർജിങ് കുത്തി ഡിന്നർ ചെയ്തു. ഡൊണ്ണ ബിരിയാണി തിന്നു. പിന്നെ നമ്മൾ വണ്ടി എടുത്തു, റൂമിൽ പോയി കിടന്നുറങ്ങി. പിന്നെ നെക്സ്റ്റ് രാവിലെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത പോലെ കാറിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ. ഇത് നമ്മുടെ മൊത്തം ഡാഷ്ബോർഡും നമ്മുടെ ഡോർസ് ഒക്കെ ഡ്യുവൽ ടോണിലാണ് വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം സോഫ്റ്റ് ടച്ചാണ്. നമുക്ക് പ്രസ് ആക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ഹാർഡാണ്. നമുക്ക് പിയാനോ ബ്ലാക്കിൽ നല്ല രസമായിട്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഡോർ ഓപ്പണിംഗ് ചെയ്യുന്ന ബട്ടൺസ് ഒക്കെ ക്രോമിലാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ അകത്തേക്ക് വന്ന് കാണിക്കാം ഫ്രണ്ട്സ്. ഓക്കെ, മധുരൈ ടെമ്പിൾ സിറ്റി. അവിടെ നമ്മൾ ടെമ്പിൾസിന് ആ ലെയിനൊക്കെ നന്നായിട്ട് നോക്കി. അവിടെ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ മുറുകൻ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ഇവിടെ ഫേമസ് ടെമ്പിളാണ് നമ്മുടെ മധുരൈ മീനാക്ഷി എന്ന ടെമ്പിളാണ്. ഇത് ഫേമസ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ മെയിൻ സിറ്റി, ഫുൾ ഓഫ് വൈബ്, സിറ്റി വൈബാണ്. നമ്മളിവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മുറുകൻ ഇഡ്ഡലിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബാക്കിൽ പോത്തീസ് ഫേമസ് ഡ്രസ് ഷോപ്പ് കാണാം നമുക്കിവിടെ. നല്ല വൈബുണ്ട് ഫ്രണ്ട്സ്. ടെമ്പിൾ എല്ലായിടത്തും ടെമ്പിൾ, 1500 ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇറ്റ്സ് കോൾഡ് ടെമ്പിൾ സിറ്റി തന്നെ. എല്ലാവരുടെ പുറത്തും ഇങ്ങനെ ഇത് വെച്ചിട്ട് കാണാൻ നമുക്ക് നല്ല രസമായിട്ട് ഒരു ഹോളിനെസ് ഉണ്ട്. യാ, ലെറ്റ്സ് ഗോ ഫ്രം ഹിയർ ടു പൂവർ ബീച്ച്. നമ്മൾ ഇവിടുന്ന് പൂവർ ബീച്ചിലോട്ട് പോയിട്ട് അവിടുന്ന് കന്യാകുമാരി. നമ്മളിപ്പോൾ പൂവറം ബീച്ചിൽ പോവാണ്. ഓൺ ദ വേ ആണ്. നമ്മളിപ്പോൾ ലഞ്ചിന് വേണ്ടി നിർത്തി. നമ്മൾ ലഞ്ചിന് നിർത്തി ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ നെക്സ്റ്റ് ഷോറൂം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്.
അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പ്രാവശ്യം ചെക്കപ്പ് ചെയ്യാം. ഒരു 2300 കിലോമീറ്റർ ഓടിച്ച വണ്ടിയല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് ഇവിടെ ഷോറൂമിൽ കൊണ്ടുവന്നു. അവർ അതിനെ കൂടെ നമുക്ക് എക്സ്റ്റീരിയർ ആയിട്ട് ഇങ്ങനെ വാഷൊക്കെ ചെയ്ത് തന്നു. ഇവിടുത്തെ എംപ്ലോയീസൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്സ്, എല്ലാം സപ്പോർട്ടീവായിട്ട് എല്ലാം ചെയ്ത് തരുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ആസ് എ പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ തരാം. ഇപ്പോൾ വാഷ് ചെയ്യണം, ഇനി നല്ല രസമായിട്ട് കാണും. നമുക്ക് എക്സ്റ്റീരിയറിനെ പറ്റി അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം പറയാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഞാൻ വ്യൂസും കാണിച്ചുകൊണ്ടിരിക്കാം, ഫീച്ചേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കാം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ 360 ഡിഗ്രീസിന് ക്യാമറസ് എവിടെയുണ്ടെന്ന് കാണിക്കാൻ പോകും ഫ്രണ്ട്സ്. ഇതാ ഒരു ക്യാമറ നമുക്ക് ഇവിടെ വരുന്നു. ബാക്കിൽ ആര് വന്നാലും ശരി നമുക്ക് കാണാൻ പറ്റാത്തൊക്കെ ഏരിയ ആണത്. അപ്പോൾ ഈ ഡോമിൻ്റെ നമ്മുടെ ബമ്പറിൻ്റെ ബാക്കിൽ ആര് വരുന്നു നമുക്ക് അവിടെ ഒരു വ്യൂ വരും. അതവിടെ സെൻസറും ചെയ്യും, നമ്മൾ കാണിക്കുകയും ചെയ്യും ഫ്രണ്ട്സ്. കേരളയിൽ പൂവർ ബീച്ചിലാണ് ഫ്രണ്ട്സ്. നമ്മൾ ആക്ച്വലി ഇവിടെ വേഗം വരാമെന്ന് വിചാരിച്ചു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വണ്ടിയുടെ കൈകാലും അതൊക്കെ കാണിച്ച് വന്നപ്പോഴേക്കും ഇത്തിരി ലേറ്റായി, ഇവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായി. പക്ഷേ നാളെ രാവിലെ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കന്യാകുമാരിയാണ്. അതിൻ്റെ സൺറൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കും. നമുക്ക് നാളെ രാവിലെ സൺറൈസിൽ കാണാം ഫ്രണ്ട്സ്. ബൂം. ട്രിപ്പിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കാം ഫ്രണ്ട്സ്, കന്യാകുമാരി. നമുക്ക് ബാക്കിൽ കാണാം തിരുവല്ലൂർ പോയിട്ടുണ്ട്. 133 feet ടോൾ സ്റ്റാച്യു ഉണ്ട്. അതൊരു ഐലൻഡാണ്, റോക്ക് ഐലൻഡ് പുറത്തിരിക്കുകയാണ്. ആ ലൊക്കേഷനിൽ എന്തോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ ആൻഡ് അറബിക് ഓഷൻ നമുക്ക് 3 മീറ്റ് ആവുന്ന ഒരു സ്പോട്ടാണ് ഫ്രണ്ട്സ്. നമുക്ക് അവിടെ നോക്കുകയെന്ന് വെച്ചാൽ അത് ശ്രീലങ്കയുടെ ബോർഡറാണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് ക്രോസ് ആയാൽ അത് ബോർഡറാണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു വരുന്നില്ല ഫ്രണ്ട്സ്. 10 ദിവസം മുമ്പ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈ കന്യാകുമാരിയുടെ ട്രിപ്പ് സ്റ്റാർട്ടാക്കിയപ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഒന്നും അറിയില്ല ഈ വണ്ടിയെ പറ്റി. ഇലക്ട്രിക് വണ്ടിയാണ്, നമുക്കൊക്കെ പെട്രോളും ഡീസൽ വണ്ടി ഓടിച്ചാണ് ഹാബിറ്റ്. ഈ വണ്ടി നമുക്ക് എത്ര സപ്പോർട്ട് ചെയ്യും, ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് 3700 കിലോമീറ്റേഴ്സ് ഇന്നത്തേക്ക് ഞങ്ങൾ ഓടിച്ചു. ഇപ്പോൾ ഐ ആം ലൈക്ക് ഗിവ് മീ ദ കാർ മാൻ, ഐ ക്യാൻ ഗോ എനിവേർ. അത്രയും ഒരു ബോണ്ടേജ് ആയിപ്പോയി എനിക്ക് അതിൻ്റെ കൂടെ. നമ്മൾ കീസ് കൊടുത്തു, പക്ഷേ കീസ് കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഇത്ര നാളുണ്ട്, ഒരു പ്രോബ്ലം ഇല്ലാതെ ഞങ്ങളുടെ ഹൈവേയിലാവട്ടെ ഡ്രൈവിലാവട്ടെ നമ്മൾ എത്രയും കംഫർട്ടായിട്ട് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ കൊണ്ടുവന്നു. 3700 കിലോമീറ്റേഴ്സ് ഫ്രണ്ട്സ്, 3700 കിലോമീറ്റേഴ്സ്. ഈ ഒരു ട്രിപ്പ് തന്നതിന് മാരുതിക്ക് വളരെ വളരെ താങ്ക്സ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വിനോദ് പിണ്ടിയൻ്റെ ലാസ്റ്റ് സൈൻ ഓഫ് ടു ഇന്ത്യ ഗോസ് ഇലക്ട്രിക് ബൈ മാരുതി സുസുക്കി. Look at the views friends. അത് ഇങ്ങനെ കഴിഞ്ഞു. I am still ready. If you ask me to go back, I am ready to drive friends. Super.